ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിൽ ട്രെൻഡ് ആയിക്കൊണ്ട് നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ജാസ്മിൻ അതാട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള അതിനെന്തൊക്കെ വേണം അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങളെന്ന് ഒന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്, നമ്മുടെ ഫോം ഷീറ്റ്. ഇത് 8 mm ഫോം ഷീറ്റാണ്. ഇത് ഒലിവ് ഗ്രീൻ, ഇത് ഐവറി കളർ. ഇതാണ് നമ്മുടെ പൂവിൻ്റെ സംഭവം. ഇത് നമ്മുടെ സ്റ്റെമ്മിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇത് വേണമെന്ന് നിർബന്ധമില്ല, അല്ലാതെയും തന്നെ നമുക്ക് സ്റ്റെമ്മ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ കളർ ഇല്ലെങ്കിലും നമുക്ക് ഈ ഷീറ്റ് വെച്ച് തന്നെ സ്റ്റെമ്മ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ വീഡിയോയിലിടയിൽ. പിന്നെ വേണ്ടത് കട്ടിംഗ് ടൂളാണ്. ഇപ്പം വേണ്ടോ ഇതിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ കുക്കീസ് കട്ടറാണ്. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലും മീഷോയിലൊക്കെ കുക്കീസ് കട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ ഇത് കുറേ കിട്ടും, ഒരുപാട് ഷേപ്സ് കിട്ടും. അപ്പം നമുക്ക് അതിനകത്ത് ഈ ഒരു ഷേപ്പ് മുല്ലപ്പൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. പിന്നെ ഇത് പിച്ചി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കട്ടറാണ് ഇത്. പിന്നെ കുറച്ചും കൂടെ ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മുടെ മുല്ലപ്പൂ കട്ട് ചെയ്യാനുള്ള സംഭവമാണ്. ഇതിൽ പിച്ച് കട്ട് ചെയ്യാനുള്ളതും വേറെ അച്ച് കിട്ടും, അതേപോലെ കനകാംബരം, അങ്ങനെ വേറെ വേറെ ഷേപ്പിലുള്ള കട്ടേഴ്സ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിലും സാരമില്ല, നമുക്ക് മതി. അപ്പം ഗ്ലൂ ഗണ്ണ് കുറച്ചും കൂടെ പെട്ടെന്ന് ഉണങ്ങും. ഇത് കുറച്ച് ഉണങ്ങാൻ താമസമാണ്, അപ്പം അത്രയും സമയം നമുക്ക് പോവും. അത്രയുള്ള വ്യത്യാസം. അടുത്ത് നൂലാണ്. ഈ നൂലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പൂ കെട്ടുന്ന കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ മേടിച്ചത്. പൂ കെട്ടുന്ന നൂലെന്ന് പറയുമ്പോൾ ഇത് കിട്ടും. ഇതാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയത്. പൂ കെട്ടുന്ന നൂലാണ്, പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പം പിന്നെ വേണ്ട മെയിനായിട്ടൊരു സാധനമുണ്ട്, അയൺ ബോക്സ്. ഇതുണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. മെയിനായിട്ടൊരു സാധനം കൂടെ വേണം കേട്ടോ, നമ്മുടെ സിസേഴ്സ്. ഞാൻ അത് മറന്നുപോയി എടുത്ത് വയ്ക്കാൻ. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കണേ നമുക്ക് നോക്കാം. ഫോം ഷീറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടോ, പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഷേപ്പ് വരും. കുറച്ചും കൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ നമുക്ക് ഫൈനലായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ പിന്നെ കത്തിരിയിട്ട് വെട്ടിയെടുത്താൽ മതി.
വെച്ചിട്ട് ഇങ്ങനത്തെ പെറ്റലാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത് നമുക്ക് ഈ കട്ടർ വെച്ചിട്ട് കിട്ടുന്ന പെറ്റലൊന്ന് നോക്കാമേ. ഇങ്ങനെ നമ്മൾ തിരിച്ച് വെച്ചിട്ട് വെട്ടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എങ്കിൽ കറക്റ്റ് സ്ഥലവും നമുക്ക് എങ്ങനെ എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് വെട്ടാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ കുറച്ച് അറേഞ്ച് ചെയ്ത് മിക്സ് ആയിപ്പോയി അപ്പൊ കേട്ടോ. അപ്പം കുറച്ച് നമ്മൾ നോക്കി ശ്രദ്ധിച്ച് എടുക്കണം. മാക്സിമം നമുക്കിത് 2 ഷീറ്റായിട്ട് 2 ലെയറായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതാണ് കുറച്ച് മതി, കൂടുതൽ വയ്ക്കാൻ പറ്റത്തില്ല. ഒരു 2 ലെയർ. ഇത് ഫുള്ള് ഇനി ഇതിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്റ്റെം ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആദ്യം, ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. പിന്നെ ഇവിടെയും കൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. തിരിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്ത നമ്മുടെ സ്റ്റെം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റെം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലവർ എങ്ങനെ, ഈ പെറ്റൽസ് എങ്ങനെ ആ ഫ്ലവറിന്റെ ഷേപ്പിലേക്ക് മാറുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒലിവ് ഗ്രീൻ ഷീറ്റ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ പൂ ഉണ്ടാക്കുന്ന ഈ ഷീറ്റ് വെച്ചിട്ട് തന്നെ സ്റ്റെം റെഡിയാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ അതിൽ ചെയ്തെടുത്ത സ്റ്റെമ്മാണ്. ഇനി ഇതിനെങ്ങനെ നമ്മുടെ പൂവിന്റെ ഇതിലേക്ക് വയ്ക്കാൻ കണക്കാക്കിയുള്ള കളറിലേക്ക് ആക്കാൻ നോക്കാം. അതിന് ഓയിൽ ക്രയോണാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിങ്ങനെ കയ്യിലാക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. കണ്ടോ, ആ ഒരു കളറിലേക്ക് വന്നില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതില്ലെങ്കിലും നമുക്ക് സ്റ്റെം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ പെറ്റൽസിനെ ഫ്ലവർ ആക്കി എടുക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇതിങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരം വച്ചു കൊടുക്കല്ലെങ്കിൽ പിന്നെ അതൊന്ന് ചെറുതായിട്ടും. ഇത് നമ്മളെ കുക്കീസ് കട്ടറിൽ ചെയ്തെടുത്ത ഫ്ലവർ ആയത് കണ്ടോ. നമ്മൾ
പെട്ടെന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി കിട്ടും. നമുക്കിനി കെട്ടാം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്കാണ് ഇത്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഒറിജിനൽ ജാസ്മിൻ പോലെ തന്നെ ഇല്ലേ? അപ്പോൾ നമ്മൾ കുറേ പൈസ കൊടുത്ത് പോകുന്നത്, പക്ഷെ എന്തായാലും നമ്മുടെ ഒറിജിനൽ പൂവിൻ്റെ അതുപോലെ വരില്ലെങ്കിലും ഇത് വാടത്തില്ല. കുറച്ച് ജാസ്മിൻ്റെ അത്തറും കൂടെ അടിച്ചു കൊടുത്താൽ സൂപ്പറായിരിക്കും. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ ഇത് നമ്മുടെ ഐവറി ഒലിവ് ഗ്രീൻ വെച്ചിട്ട് ചെയ്ത സ്റ്റെമ്മിലുള്ള പൂവാണ് ഇത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ക്രയോൺ വെച്ചിട്ട് കളർ ചെയ്ത് എടുത്തിട്ടുള്ള സ്റ്റെമ്മിലുണ്ടാക്കിയ പൂവാണ്. ഇതെങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ തോന്നിയാൽ, ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അത് പറയുക. ഞാൻ അടുത്ത് എൻ്റെ വീഡിയോയിൽ അത് ഞാൻ തിരുത്തി ചെയ്യാൻ എനിക്ക് വളരെ ഹെൽപ്പായിരിക്കും. പിന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അത് മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.